യോഗ പാർട്ട് 1 കണ്ടിന്യൂഷനാണ്. സുകന്യ സമൃദ്ധി അക്കൗണ്ടാണ് കഴിഞ്ഞ വട്ടം പറഞ്ഞു നിർത്തിയത്. ഇനി പറയാനുള്ളത് കുറച്ച് ചെറിയ കാര്യങ്ങൾ. ആദ്യം പറയേണ്ടത് PMJJBY പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, അടുത്തത് PMSBY പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, പിന്നെ അടൽ പെൻഷൻ യോജന. പേരുകൾ മാറിപ്പോകരുത്. ഇതിനകത്ത് ഓരോന്നിൽ വരുന്ന ഡേറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ചെറിയ കാര്യമാണ്, മാറിപ്പോകാതെ സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന PMJJBY ഇതിനകത്ത് ഇതെന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. ഇൻഷുറൻസ് സ്കീം ഓഫറിംഗ് ലൈഫ് ഇൻഷുറൻസ് കവർ ഫോർ ഡെത്ത് ഡ്യൂ ടു എനി റീസൺ. ഏത് റീസണിലുള്ള ഡെത്തിനും ഇൻഷുറൻസ് കവർ കൊടുക്കും. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് ഉണ്ട് 2015 ജൂൺ 1. പിന്നെ ആർക്കൊക്കെ ചേരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസസ്. only one അക്കൗണ്ട്, ഏജ്ഡ് ബിറ്റ്വീൻ 18 years and 50 years. SBI അക്കൗണ്ട് ഹോൾഡേഴ്സിന് വയസ്സെന്ന് പറയുന്നത് 18 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് ഇതിനകത്ത് ചേരാം. ദ കവർ ഷാൾ ബി ഫോർ 1 year പീരീഡ് സ്ട്രെച്ചിങ് ഫ്രം 1st June to 31 May. ജൂൺ 1 മുതൽ മെയ് 31 വരെ ഒരു വർഷം നീളുന്ന ഒരു ഇൻഷുറൻസ് കവറാണിത് കൊണ്ടുദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് ഇത് മാറിപ്പോയാൽ സൂക്ഷിക്കുക. ഈ പ്രീമിയം എമൗണ്ട് 436 രൂപയാണ് പെർ ആനം. അങ്ങനെയുള്ള ആ ഒരു തുക ഈ SBI അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവും. ഈ ഒരു ഇതിന് 2 ലക്ഷമാണ് ഇതിൻ്റെ ഒരു 2 lakh ഈസ് പേയബിൾ ഓൺ മെമ്പേഴ്സ് ഡെത്ത് ഡ്യൂ ടു എനി റീസൺ. ഏത് കാരണം കൊണ്ടുള്ള മരണത്തിന് 2 ലക്ഷം രൂപ കിട്ടും. പിന്നെ എൻ്റെ ഒരു എൻറോൾമെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഈ പ്രീമിയത്തിന് മാറ്റമുണ്ട്. അതായത് എൻറോൾമെൻറ്റ് ചെയ്യുന്ന ജൂൺ അല്ലെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ആഗസ്റ്റ് ആണെങ്കിൽ 436 രൂപ തന്നെയാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആണെങ്കിൽ 342 ആവും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലാണ് എൻറോൾമെൻറ്റ് എങ്കിൽ 228 പ്രീമിയം വരുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് ആണെങ്കിൽ 114 രൂപയാണ് പ്രീമിയം വരുന്നത്. പിന്നെ ഇതൊന്നും പഠിച്ചില്ല. 436 എന്നുള്ള തുക തിരിഞ്ഞു പോകാതെ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഈ ഒരു തുകയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് നിലനിന്ന റേറ്റിൽ നിന്ന്. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് ഈ PMJJBY നമ്മൾ ടൈപ്പ് ചെയ്ത് ഒരു ഗവൺമെൻറ് സെക്ടർ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LIC എന്നാണ് ഉത്തരം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മളത് ഇൻഷുറൻസ് കവർ കൊടുക്കുന്നത്. പിന്നെ അടുത്ത പറയുന്നത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രീമിയം ആണ്. അതായത് ഇപ്പം 436 രൂപ കസ്റ്റമർ അടയ്ക്കുന്നു. ആ ഒരു അടയ്ക്കുന്ന പ്രീമിയം എങ്ങനെയൊക്കെ ആർക്കൊക്കെ എത്രയൊക്കെ വെച്ച് പോകുന്നു എന്നുള്ളത്. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഇടയ്ക്ക് ടൈപ്പ് ആകുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുണ്ട്, ബാങ്കുകൾ വരുന്നുണ്ട്, ഏജൻസികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എത്ര വെച്ച് പോകുന്നുള്ളൊരു കണക്കുണ്ട്. അത് എക്സാമിനേഴ്സിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമ്മളൊരു അറിഞ്ഞിരിക്കുക. അതായത് ഇപ്പോൾ 436 രൂപ ഫുൾ പ്രീമിയം ആണെങ്കിൽ അത് ആ LIC അല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് അവർക്ക് 395 രൂപ പോകും. പിന്നെ അടുത്ത കമ്മീഷൻ പേയബിൾ ടു ബിസിനസ് കറസ്പോണ്ടൻസ് ഏജൻസിന് അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടൻസിന് 30 രൂപ പോകും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് പറഞ്ഞ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് ഇതിൻ്റെ ഒരു ഇടയ്ക്ക് കയറി കളിക്കുന്ന ബാങ്കിന് ഒരു 11 രൂപ പോകും. അപ്പോൾ 395 പ്ലസ് 30 പ്ലസ് 11 436. ഇത് 342 രൂപയുടെ കേസിലാണെങ്കിൽ, അതായത് ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലുള്ള എൻറോൾമെൻ്റ് കേസിലാകുമ്പോഴത്തേക്കും 309 22.50 10.50 അങ്ങനെ പോകാൻ്റെ ഷെയർ. 228 ആകുമ്പോഴത്തേക്കും 206 15 രൂപ 7 രൂപ. 114 കേസിലാകുമ്പോഴത്തേക്കും 103 7.50 3.50. ഓക്കെ, ഇപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും PMJJBY തീർന്നു. അതിനകത്ത് ആ പ്രീമിയത്തിൻ്റെ തുക 436 ഓർത്തിരിക്കുക. 18 വയസ്സിനും 50 വയസ്സിനാണ് എൻ്റെ എൻറോൾമെൻറ്റിൽ കയറാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഡെത്ത് ഡ്യൂ ടു എനി റീസൺ എന്നുള്ള കാര്യം ഓർമ്മ വെച്ചേക്കുക. അടുത്ത പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന PMSBY. ഇതിനകത്ത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ PMJJBY ആയിട്ട് തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഏകദേശം ഒരേ കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. ഡേറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദ സ്കീം വിൽ ബി എ 1 year കവർ റിന്യൂവബിൾ ഫ്രം ഇയർ ടു ഇയർ. അതായത് ഓരോ വർഷവും റിന്യൂവബിൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഇൻഷുറൻസ് കവറാണ്. ആൻഡ് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് സ്കീം ഓഫറിംഗ് ദ ലൈഫ് ഇൻഷുറൻസ് കവർ ഫോർ ഡെത്ത് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ്. നമ്മൾ PMJJBY കേസിൽ പറഞ്ഞത് ഡെത്ത് ഡ്യൂ ടു എനി റീസൺ ആയിരുന്നു. ഏത് കാരണത്താലുള്ള മരണത്തിന് PMJJBY കവറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ആക്സിഡൻ്റൽ ഡെത്തിനാണ്. ആക്സിഡൻ്റൽ ഡെത്തിനോ അല്ലെങ്കിൽ ഡിസബിലിറ്റിക്കോ ആണ് ഈ ഒരു
ഇൻഷുറൻസ് കവർ കിട്ടുന്നത്. പിന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് നേരത്തെ പറഞ്ഞ അതേ ഡേറ്റാണ്, ജൂൺ 1, 2015. പിന്നെ അതുപോലെ തന്നെ SB അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഇതിനകത്ത് ചേരാം. വയസ്സെന്ന് പറയുന്നത് 18 വയസ്സിനും 70 വയസ്സിനുമാണ്. PMJJBYക്കകത്ത് 18-നും 50-നും ഇടയ്ക്കായിരുന്നു. ഇതിനകത്ത് 18-നും 70-നും ഇടയ്ക്കാണ് വയസ്സിൻ്റെ ഇത് വരുന്നത്. മറ്റേ ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ കറക്റ്റാണ്, ജൂൺ 1 തൊട്ട് 31 മെയ് വരെയാണ് എൻ്റെ പീരീഡ് സ്ട്രെച്ചിങ് പോകുന്നത്. പ്രീമിയം 20 രൂപ പെർ ആനമാണ്. മറ്റേ നമ്മൾ പറഞ്ഞത് പ്രീമിയം 436 ആണെങ്കിൽ അത് 20 രൂപ പെർ ആനമാണ്. ഇതും നേരത്തെ ഇതിനു മുമ്പ് നിലവിലുന്ന റേറ്റിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് എത്രയൊക്കെ കിട്ടുമെന്നുള്ളൊരു ടേബിളാണ് ഓരോന്നിനും. ഇപ്പം ആക്സിഡൻ്റൽ ഡെത്തിന് എത്ര കിട്ടും, പിന്നെ ഡിസബിലിറ്റിക്ക് എത്ര കിട്ടും. ആക്സിഡൻ്റൽ ഡെത്തിനാണെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടും കവറേജ്. പിന്നെ അടുത്തത് ഡിസബിലിറ്റി 2 തരത്തിലുള്ളതുണ്ട്. പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റി, പെർമനൻ്റ് പാർഷ്യൽ ഡിസബിലിറ്റി. അതായത് പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റി ആകുമ്പോഴത്തേക്ക് 2 ലക്ഷം, പെർമനൻ്റ് പാർഷ്യൽ ഡിസബിലിറ്റി ആകുമ്പോഴത്തേക്ക് 1 ലക്ഷം. പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ആൻഡ് ഇറിക്കവറബിൾ ലോസ് ഓഫ് ബോത്ത് ഐസ് ഓർ യൂസ് ഓഫ് ബോത്ത് ഹാൻഡ്സ് ഓർ ഫീറ്റ് ഓർ ലോസ് ഓഫ് സൈറ്റ് ഓഫ് 1 ഐ ആൻഡ് ലോസ് ഓഫ് യൂസ് ഓഫ് ഹാൻഡ് ഓർ ഫുട്ട്. അതായത് 2 കണ്ണ് പോവുക, അല്ലെങ്കിൽ 2 കൈ പോവുക, അല്ലെങ്കിൽ 2 കാല് പോവുക, അല്ലെങ്കിൽ 1 കണ്ണും ഹാൻഡും അല്ലെങ്കിൽ കാലും പോവുക. ഇങ്ങനെയൊക്കെയാണ് പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റി. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് 2 ലക്ഷം രൂപ കിട്ടും. പിന്നെ പെർമനൻ്റ് പാർഷ്യൽ ഡിസബിലിറ്റി, ടോട്ടൽ ആൻഡ് ഇറിക്കവറബിൾ ലോസ് ഓഫ് സൈറ്റ് ഓഫ് 1 ഐ ഓർ ലോസ് ഓഫ് യൂസ് ഓഫ് 1 ഹാൻഡ് ഓർ ഫുട്ട്. 1 കണ്ണ് പോവുക, 1 കൈ പോവുക, 1 കാല് പോവുക. ഇങ്ങനെയുള്ള പെർമനൻ്റ് പാർഷ്യൽ ഡിസബിലിറ്റി ആകുമ്പോഴത്തേക്കും 1 ലക്ഷം രൂപയാണ് ഇത് കവറേജ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് ഈ PMJJBYക്കകത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസ് ടൈപ്പ് ആവുന്നത് LIC ആയിട്ടാണെങ്കിൽ ഇതിനകത്ത് NIC ആണ്, അതായത് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡുമായിട്ടാണ്. അത് ഓർത്ത് വച്ചേക്കാം. അടുത്ത പറയാനുള്ളത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രീമിയം. 20 രൂപ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു. അതായത് ഇൻഷുറൻസ് പ്രീമിയം ടു ഇൻഷുറൻസ് കമ്പനിക്ക് 18 രൂപ പോകും. പിന്നെ കമ്മീഷൻ പേബിൾ ടു ബിസിനസ് കറസ്പോണ്ടൻസ്, ഏജൻസ് എക്സെട്ര 1 രൂപയാണ് പോകുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കിന് പോകുന്നത് 1 രൂപ. 18, 1, 1, 20. ഓക്കെ, ഇത്ര ആകുമ്പോഴത്തേക്ക് നമ്മൾ PMSBYയും തീർന്നു. അടുത്തത് APY, അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂ പെൻഷൻ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതെന്ന് പറയുന്നത് മിനിമം പെൻഷൻ ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദ ഗവൺമെൻറ്, ഈസ് ഫോക്കസ്ഡ് ഓൺ ആൾ സിറ്റിസൺസ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അതായത് ഈ പെൻഷൻ കിട്ടാൻ സാധ്യതയില്ലാത്ത വീക്കായിട്ടുള്ള സെക്ഷനെ ഉന്നം വെച്ചിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ പുതിയ പെൻഷൻ സ്കീമാണ് ഈ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, PFRDA. PFRDA ആണ് ഇതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇത് എപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചോദിച്ചാൽ നേരത്തെ വന്ന ഡേറ്റ് വന്ന 1 ജൂൺ 2015 ജൂൺ 1 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും, അതായത് ആർക്കെല്ലാം ജോയിൻ ചെയ്യാം. എനി ഇൻഡിവിജ്വൽ ഹു ഈസ് നോട്ട് ആൻ ഇൻകം ടാക്സ് പെയർ ക്യാൻ ജോയിൻ APY സ്കീം. അതായത് ഇൻകം ടാക്സ് പെയർ അല്ലാത്ത ഏതൊരാൾക്കും APY സ്കീമിൽ ചേരാം. പിന്നെ ഹി ഓർ ഷീ ഷുഡ് ഹാവ് എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ്. അയാൾക്ക് ഒരു സേവിങ്സ് ബാങ്ക് XP അക്കൗണ്ട് വേണം, ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ. അത് നമ്മൾ നേരത്തെ കേസിലും പറഞ്ഞത് PMJJBYയിലും PMSBYയിലും. പിന്നെ ആപ്ലിക്കബിൾ ടു ആൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, അതായത് വയസ്സ് 18 to 40. അപ്പോൾ ഇതിനകത്ത് കുറേ വയസ്സിൻ്റെ കാര്യങ്ങൾ വന്ന ഈ PMJJBYക്കകത്ത്, PMSBYക്കകത്ത്, APYക്കകത്ത്. അതുകൊണ്ട് ഈ വയസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു പോരുത്. അപ്പോൾ ഇതിനകത്ത് 18 to 40 വയസ്സാണ്. പിന്നെ അടുത്തത് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി പ്രിസ്ക്രൈബ്ഡ് കോൺട്രിബ്യൂഷൻസ് അണ്ടർ ദി സ്കീം. അതായത് ഇതിനകത്തുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലി അർദ്ധവാർഷികമായിട്ടും മാസം അടച്ചു പോകാം. പിന്നെ ഈ ക്വാർട്ടർലി വെച്ചാൽ 3-12 3 മാസം കൂടുമ്പോൾ. പിന്നെ സബ്സ്ക്രൈബർ ഹാസ് ടു പേ പ്രീമിയം അപ് ടു ദ ഏജ് ഓഫ് 60 years. 60 വയസ്സ് വരെ പ്രീമിയം അടയ്ക്കണം.
പിന്നെ മിനിമം ഗ്യാരണ്ടീഡ് പെൻഷനാണ്. അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള 1000 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 3000 4000 അല്ലെങ്കിൽ 5000 വെച്ച് മാസം കിട്ടും. പിന്നെ അത് പറയുന്നത് എത്ര ആയിരിക്കും എന്നുകൊണ്ട് ഡിസൈഡ് ചെയ്യുന്നത് ആ കോൺട്രിബ്യൂഷൻ എത്ര നടന്നോ അതിനനുസരിച്ചായിരിക്കും എത്ര ഫിക്സ്ഡ് പെൻഷൻ വരുന്നു എന്നുള്ളത്. APY അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ എനി അതറൈസ്ഡ് CBS പോസ്റ്റ് ഓഫീസസ് ഓർ ബാങ്ക്. അതായത് ഏതെങ്കിലും കോർ ബാങ്കിങ് സിസ്റ്റം ഉള്ള പോസ്റ്റ് ഓഫീസിൽ നമുക്ക് APY അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. The contribution for APY will be debited from the subscriber savings account. ആ സബ്സ്ക്രൈബറിനെ സേവിങ്സ് അക്കൗണ്ട് ഉള്ള ഒരാൾക്കാണല്ലോ ചേരാൻ പറ്റുക. അയാളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഇതിന് വേണ്ട കോൺട്രിബ്യൂഷൻ ഡെബിറ്റ് ആവും. പിന്നെ ഇതിനകത്ത് ഇൻ അഡീഷൻ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ ഈ കസ്റ്റമറുടെ കോൺട്രിബ്യൂഷൻ പോരാതെ ഗവൺമെൻറ് ഇതിൻ്റെ കൂടെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലേ, വീക്ക് സെക്ഷനെ ഉന്നം വെച്ചുള്ളൊരു ഗവൺമെൻറ് സ്കീമാണിത്. അപ്പം 50% ഓഫ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഓർ ₹1000 per annum വിച്ച് എവർ ഈസ് ലോവർ. അതായത് ഒരു വർഷത്തെ 50%, ഒരു വർഷത്തെ കോൺട്രിബ്യൂഷൻ്റെ 50% കണക്ക് കൂട്ടും. അതാണോ അല്ലെങ്കിൽ 1000 ആണോ കുറവ്, അത് ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് 5 വർഷം വരെ കാണും ഈ ഒരു ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ. അതായത് ഇപ്പോൾ മാസം എത്ര വെച്ച് അടയ്ക്കുമെന്ന് വെച്ചോ, അതിൻ്റെ ഒരു മാസം എത്ര വെച്ച് അടയ്ക്കുന്നുള്ള തുക എടുത്തിട്ട് അത് വാർഷികമായിട്ട് എത്ര ആവും എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ 50% എടുക്കും. ആ ഒരു തുക കണക്ക് കൂട്ടുമ്പം എത്രയാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ 1000 ആണോ എന്ന് നോക്കും. എന്നിട്ട് ഈ 50% കണക്ക് കൂട്ടി എടുത്ത തുകയാണോ 1000 ആണോ കുറവ്, ആ കുറവുള്ള തുക കൊടുക്കും. തുകയുള്ള കുറവ് വെച്ചാൽ കോൺട്രിബ്യൂട്ട് ചെയ്യും ഗവൺമെൻറ്. അത് 5 വർഷത്തേക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അടുത്ത എക്സിറ്റ് ഫ്രം APY ആണ്. അത് APY എന്നുള്ള എക്സിറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും. അതിലാദ്യം പറയുന്നത് ഓൺ അറ്റൈനിങ് ദ ഏജ് ഓഫ് 60, അത് 60 വയസ്സായിട്ട് നോർമലായിട്ടുള്ള എക്സിറ്റ്. അതേ പറയുന്ന 60 വയസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും സബ്സ്ക്രൈബറിന് മന്ത്ലി പെൻഷൻ കിട്ടും. അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷൻസ് അനുസരിച്ചുള്ള പെൻഷൻ, ഫിക്സ്ഡ് പെൻഷൻ ഇനി കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് ദ സബ്സ്ക്രൈബർ ഡ്യൂ ടു എനി കോസ്, അതായത് ആ സബ്സ്ക്രൈബർ മരിക്കുകയാണ് എന്തെങ്കിലും കാരണത്താൽ, പെൻഷൻ വുഡ് ബി അവൈലബിൾ ടു സ്പൗസ്, അതായത് സ്പൗസിന് കിട്ടും. ഇനി രണ്ടുപേരും മരിക്കുകയാണ്, സബ്സ്ക്രൈബർ മരിക്കുകയാണ്, സ്പൗസും മരിക്കുകയാണെങ്കിൽ ആ പെൻഷൻ കിട്ടുന്നത് നോമിനിക്കായിരിക്കും. അടുത്തത് എക്സിറ്റ് ബിഫോർ ഏജ് ഓഫ് 16 years, 60 വയസ്സിന് മുമ്പുള്ള എക്സിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ഇൻ കേസ് ദ സബ്സ്ക്രൈബർ ഡൈസ് ബിഫോർ ദ ഏജ് ഓഫ് 16 years ദർ ആർ 2 ഓപ്ഷൻസ്. അതായത് 60 വയസ്സിന് മുമ്പിട്ട് ആ സബ്സ്ക്രൈബർ മരിക്കുകയാണെന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട്. 2 ഓപ്ഷൻ, ആദ്യത്തെ എന്ന് പറയുന്നത് ക്ലോഷർ, ആ APY അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഒരു കോർപ്പസ് സ്പൗസിന് കിട്ടുന്നു. പിന്നെ സ്പൗസ് ഇല്ലെങ്കിൽ, സ്പൗസ് ഇപ്പം മരിക്കുകയോ അല്ലെങ്കിൽ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ ഡിവോഴ്സായി എന്നുള്ള കേസിൽ, അല്ലെങ്കിൽ ഈ സ്പൗസ് മരിച്ചു അങ്ങനെയുള്ള കേസിലൊക്കെ അത് നോമിനിക്ക് കിട്ടും. പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ആ APY അക്കൗണ്ട് സബ്സ്ക്രൈബർ മരിച്ചു കഴിഞ്ഞാൽ ആ സ്പൗസിന് മാത്രം, ആ സബ്സ്ക്രൈബറുടെ ഓൺലി ഫോർ സ്പൗസ്, ആ സബ്സ്ക്രൈബറുടെ സ്പൗസിന് അത് കണ്ടിന്യൂ ചെയ്യാം ആ APY അക്കൗണ്ട്. സോ സ്പൗസ് ക്യാൻ കണ്ടിന്യൂ APY അക്കൗണ്ട് ഓഫ് ദ സബ്സ്ക്രൈബർ വിച്ച് ക്യാൻ ബി മെയിൻറ്റെയിൻ വിത്ത് ദ സ്പൗസ് നെയിം. അത് ആ സ്പൗസിൻ്റെ പേരിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം. പിന്നെ ടിൽ ദ ഒറിജിനൽ സബ്സ്ക്രൈബർ, അത് ആ ഒറിജിനൽ സബ്സ്ക്രൈബർ 60 വയസ്സാകുന്നവരെയുള്ള കാലത്തിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. ദ സ്പൗസ് ഓഫ് ദ സബ്സ്ക്രൈബർ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദ സെയിം പെൻഷൻ എമൗണ്ട് ആസ് ദാറ്റ് ഓഫ് ദ സബ്സ്ക്രൈബർ അൻറ്റിൽ ദ ഡെത്ത് ഓഫ് ദ സ്പൗസ്. അതായത് മറ്റേ ആൾക്ക് എത്ര പെൻഷൻ എമൗണ്ട് കിട്ടുമായിരുന്നോ അത് ഈ സ്പൗസിൻ്റെ ഡെത്ത് വരെ കിട്ടും എന്ന് അർത്ഥം. പിന്നെ അടുത്തത് വോളണ്ടറി എക്സിറ്റ്, അറിഞ്ഞുകൊണ്ടുള്ള എക്സിറ്റ്. വോളണ്ടറി എക്സിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സബ്സ്ക്രൈബർ ചൂസസ് ടു വോളണ്ടറിലി എക്സിറ്റ് ഫ്രം APY ബിഫോർ അറ്റൈനിങ് 16 years ഓഫ് ഏജ്. 60 വയസ്സാകുന്നതിന് മുമ്പിട്ട് സബ്സ്ക്രൈബർ തീരുമാനിക്കുകയാണ് ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഹി ഓർ ഷീ വിൽ ബി റീഫണ്ട് ഓൺലി ദ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ ഹിം ഓർ ഹർ ടു APY അലോങ് വിത്ത് റിട്ടേൺസ് ദെയർ ഓൺ ആഫ്റ്റർ ഡെഡിക്. അതായത് അങ്ങനെ തരുമ്പോഴത്തേക്കും അവർ അത് നടത്തിയ കോൺട്രിബ്യൂഷൻസ് എല്ലാം അവർക്ക് കിട്ടും. പക്ഷേ ഡിഡക്ഷൻ ഉണ്ടാവും. അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് ഡിഡക്റ്റ് ആവും. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ് ഡിഡക്റ്റ് ആവും. അങ്ങനെ ഒരുപാട് ചാർജസ് ഡിഡക്റ്റ് ആയ ശേഷം അവർക്ക് തുക കിട്ടുന്നത്. മാത്രമല്ല ഗവൺമെൻറ് കോൺട്രിബ്യൂഷനും അതിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻകമോ ഇൻട്രസ്റ്റോ ഒന്നും അവർക്ക് കിട്ടത്തില്ല.
ഏതാ വോളണ്ടറി എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, ഇത്ര ആകുമ്പോഴത്തേക്കും അടൽ പെൻഷൻ യോജന തീർന്നു. ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇതിനകത്ത് PFRDA എന്നുള്ളൊരു പേര് ഓർത്തിരിക്കുക. അവരാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. വയസ്സ് 18 - 40 ഇടയ്ക്കുള്ള SP ഹോൾഡേഴ്സിന്. പിന്നെ ഇതിന് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ആണ് കോൺട്രിബ്യൂഷൻസ് വരുന്നത്. 60 വയസ്സ് ആവുന്നവരെ സബ്സ്ക്രൈബർ പ്രീമിയം അടയ്ക്കണം. പിന്നെ ഇതിൻ്റെ പെൻഷൻ എന്ന് പറയുക, അല്ല, കോൺട്രിബ്യൂഷൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. 50%, അതായത് കോൺട്രിബ്യൂഷൻ്റെ വാർഷിക രീതിയിലുള്ള കണക്കെടുത്തിട്ട് അതിൻ്റെ 50% അല്ലെങ്കിൽ 1000, ഇത് ഏതാണ് കുറവ് അത് ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യും 5 വർഷം വരെ. ആ 5 വർഷം വരെ എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, അത് ഓർത്തിരിക്കുക. പിന്നെ എക്സിറ്റിൻ്റെ കാര്യമാണ് ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ, എക്സിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 60 വയസ്സായിട്ടുള്ള നോർമലായിട്ടുള്ള എക്സിറ്റ്. അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, അവർക്ക് ആ പെൻഷൻ കിട്ടും. ഇനി അദ്ദേഹം മരിക്കുകയാണെങ്കിൽ, സബ്സ്ക്രൈബർ മരിക്കുകയാണെങ്കിൽ അത് സ്പൗസിന് കിട്ടും. സ്പൗസും രണ്ടുപേരും മരിക്കുകയാണെങ്കിൽ അത് നോമിനിക്ക് കിട്ടും. പിന്നെ 60 വയസ്സ് ആവുന്നതിന് മുമ്പുള്ള എക്സിറ്റ്, അതായത് രണ്ട് രീതിയിൽ, അതായത് സബ്സ്ക്രൈബർ മരിക്കുകയാണെങ്കിൽ 60 വയസ്സിന് മുമ്പായിട്ട് 2 കണ്ടീഷനുണ്ട്. ഒന്ന് ക്ലോഷർ ഓഫ് ദ അക്കൗണ്ട്, സ്പൗസിന് ക്ലോസ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ സ്പൗസ് ഇല്ലെങ്കിൽ അതിൻ്റെ നോമിനിക്ക് കിട്ടും. പിന്നെ അല്ല കണ്ടിന്യൂ ചെയ്യാം APY അക്കൗണ്ട് ബൈ സ്പൗസ് ഉള്ളി, സ്പൗസിന് മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ആ സ്പൗസിൻ്റെ നെയിമിൽ കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു സബ്സ്ക്രൈബർ 60 വയസ്സാവുന്നവരെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. പിന്നെ അത് കഴിഞ്ഞ് ആ സബ്സ്ക്രൈബറിന് കിട്ടേണ്ട അതേ പെൻഷൻ തന്നെ സ്പൗസിന് കിട്ടും. പിന്നെ പറയാനുള്ള വോളണ്ടറി എക്സിറ്റ് ആണ്. വോളണ്ടറി എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെ നഷ്ടമാണ്. ഈ കുറേ പൈസ തുകയിൽ നിന്ന് കുറേ അക്കൗണ്ട് മെയിൻ്റനൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കുറേ ചാർജ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ ഗവൺമെൻറ് കോൺട്രിബ്യൂഷനും തിരിച്ചു കിട്ടത്തില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ APY എന്ന് പറയുന്നത്. അപ്പോൾ APY, PMJJY, PMSBY ഇതൊന്നും അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞുമായിരിക്കും. ഒരുപാട് കൺഫ്യൂഷൻ, ചെറിയ സിമ്പിൾ കാര്യമാണ്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി പറയാനുള്ള NPS ആണ്, നാഷണൽ പെൻഷൻ സ്കീം. അത് പ്രത്യേക ഒരു സെക്ഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സർവീസ് അങ്ങനെ പ്രത്യേക അടുത്തൊരു സെക്ഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം കുറച്ച് പറയാനുണ്ട്.